ഓം ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ദശകം 20 ഋഷഭചരിതത്തിൻ്റെ അർത്ഥം മുഴുവനായിട്ട് 10 ശ്ലോകങ്ങളുടെയും അർത്ഥം ഒന്നിച്ച്. പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായ അഗ്നീത്ര രാജാവിൻ്റെ മകനായ നാഭി അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി മാത്രമായി ഫലേച്ഛ കൂടാതെ യാഗം ചെയ്യുമ്പോൾ യാഗമധ്യത്തിൽ വെച്ച് ഭക്താഭീഷ്ടപ്രദനായ അങ്ങയെ പ്രത്യക്ഷത്തിൽ കണ്ടു. സ്വയംഭുവമനുവിൻ്റെ മൂത്ത മകനായ പ്രിയവ്രതന് ബഹിഷ്മതി എന്ന ഭാര്യയിൽ 10 പുത്രന്മാർ ജനിച്ചു. അതിൽ മൂത്ത മകനാണ് അഗ്നീന്ദ്രൻ. അദ്ദേഹത്തിന് പൂർവ്വചിത്തി എന്ന അപ്സരസ്ത്രീയിൽ ജനിച്ച പുത്രനാണ് നാഭി. അല്ലയോ പ്രപഞ്ചരൂപിയായിരിക്കുന്ന ദേവ, മുനീശ്വരന്മാരാൽ സ്തോത്രം ചെയ്യപ്പെട്ടിരിക്കുന്നവനായ അങ്ങേക്ക് തുല്യനായ ഒരു മകനെ ദാനം ചെയ്യണമെന്ന് രാജാവിനാൽ അപേക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ തന്നെ അങ്ങനെ അവതരിക്കാമെന്ന് അനുഗ്രഹിച്ച് യാഗാഗ്നിയിൽ അന്തർദാനം ചെയ്തു. അനന്തരം നാഭിരാജാവിൻ്റെ ഭാര്യയായ മേരുദേവിയിൽ അങ്ങ് അംശം കൊണ്ട് ഋഷഭൻ എന്ന പേരിൽ അലോക സാധാരണമായ ഗുണങ്ങളെക്കൊണ്ടും മാഹാത്മ്യങ്ങളെക്കൊണ്ടും സമസ്ത ജനങ്ങൾക്കും സന്തോഷമുളവാക്കിക്കൊണ്ട് അവതരിച്ചു. ത്രിലോകപതിയായിരിക്കുന്ന അങ്ങയിൽ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് നാഭിരാജാവ് ഭാര്യയായ മേരുദേവിയോടുകൂടി തപോവനത്തിൽ പോയി ഭവൽ ഭക്തിയിൽ ലീനമായ മനസ്സോടെ തപസ്സനുഷ്ഠിച്ച് പരമാനന്ദ സ്ഥാനമായ വൈകുണ്ഠപദം പ്രാപിച്ചു അത്രേ. അങ്ങയുടെ അഭ്യുന്നതിയിൽ അസൂയാലുവായ ഇന്ദ്രൻ അങ്ങയുടെ രാജ്യമായ അജനാഭവർഷത്തിൽ മഴ പെയ്യിച്ചില്ല. അപ്പോൾ അങ്ങ് സ്വന്തം യോഗമായാൽ രാജ്യത്ത് സമൃദ്ധമായ മഴ പെയ്യിച്ചു. അനന്തരം അങ്ങയുടെ ബലവീര്യ പരാക്രമങ്ങളാൽ പരാജയപ്പെട്ട ഇന്ദ്രൻ തൻ്റെ പുത്രിയായ ജയന്തി എന്ന കന്യകയെ അങ്ങയ്ക്ക് ഭാര്യയായി തന്നു. അങ്ങ് സ്വന്തം ആത്മാവിൽ തന്നെ ലീനമായ മനസ്സോടെ വർത്തിച്ചിരുന്നുവെങ്കിലും അവളെ സ്വീകരിക്കുകയും 100 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. അവരിൽ ജ്യേഷ്ഠനായ ഭരതൻ രാജാവായി ഭവിച്ചു. ഋഷഭയോഗിയുടെ 9 മക്കൾ യോഗീശ്വരന്മാരായി തീർന്നു. 9 പേർ ഭാരതവർഷത്തിലെ 9 ഖണ്ഡങ്ങളെ പരിപാലിച്ചു. പിന്നെയുള്ള 81 പുത്രന്മാർ തപോബലം കാരണം ഭൂസുരന്മാരായും ഭവിച്ചു. അനന്തരം അങ്ങ് മുനീന്ദ്രന്മാരുടെ നടുവിൽ വെച്ച് തൻ്റെ മക്കൾക്കായി വിരക്തിയെയും ഭക്തിയെയും അവയോട് കൂടിയിരിക്കുന്ന മുക്തിയെയും ഉപദേശിച്ചു. താനേ തന്നെ പരമജ്ഞാനികളായിരിക്കുന്ന മഹാത്മാക്കളുടെ വൃത്തിയെ സ്വീകരിച്ച് മൂഢൻ്റെയും ഭ്രാന്തൻ്റെയും പിശാചിൻ്റെയും ചര്യകളെ അനുഷ്ഠിച്ചു. ഋഷഭയോഗിയായിരിക്കുന്ന അവിടുന്ന് പരാത്മഭൂതനായിരുന്നു. എങ്കിലും പരമാനന്ദ അനുഭവരസത്തിൽ ഐക്യം പ്രാപിച്ചവനായി അവധൂതനായി നിർവികാരനായി മറ്റുള്ളവർക്ക് ജ്ഞാനോപദേശം ചെയ്തുകൊണ്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു. ശയൂവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങ് ഒരേ സ്ഥലത്ത് തന്നെ വളരെ നാൾ ശയിക്കുകയും ഗോമൃഗവായസങ്ങളെപ്പോലെ യാദൃശ്ചികമായി കിട്ടുന്നത് മാത്രം ഭക്ഷിച്ച് ജീവിക്കുകയും ചെയ്തു വന്നു. ഗോക്കൾ നാട്ടിലും മാനുകൾ കാട്ടിലും കാക്കകൾ ഭേദം കൂടാതെ നാട്ടിലും കാട്ടിലും വസിക്കാറുണ്ടല്ലോ. അതുപോലെ അവധൂതനായ അവിടുന്നും ദേശഭേദമന്യേ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ട് വളരെ കാലം കഴിച്ചുകൂട്ടി. അവസാനം ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് കുടകുമലയിൽ ഒരിക്കലുണ്ടായ കാട്ടുതീയിൽ ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെ എല്ലാമുള്ള ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ ദുഃഖങ്ങളെല്ലാം തീർത്തു തരേണമേ. ഇതോടുകൂടി 20ാമത്തെ ദശകം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ 21ാമത്തെ ദശകവുമായി വരുന്നവരെ ഹരിയു നാരായണ.